ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുമ്പോഴും ഗൾഫിലെ മലയാളികൾ മലയാള ഭാഷയെ കൈവിടുന്നുണ്ടോ എന്ന ആശങ്ക പലപ്പോഴും പലരും പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ചിട്ടയായി മലയാള പഠനം നടക്കുന്ന ഒരു സ്ഥലമാണ് ബഹ്റൈൻ. ഗൾഫ് മണ്ണിൽ വളരുന്ന കുട്ടികളെക്കുറിച്ച് ഒരു മുൻവിധിയുണ്ട്. അവർക്ക് വിദ്യാലയത്തിനും ഫ്ലാറ്റ് ജീവിതത്തിനുമിടയിൽ ബാല്യത്തിന്റെ വർണ്ണങ്ങൾ നഷ്ടമാകുന്നുവെന്ന്. എന്നാൽ മലയാള ഭാഷാ പഠനത്തിന്റെ കാര്യത്തിൽ അവർ ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിക്കുകയാണ് ഇതാ ഇവിടെ ബഹ്റൈനിലെ ഈ പ്രവാസി വിദ്യാർത്ഥികൾ. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഗൾഫ് മേഖലയിൽ കുട്ടികൾക്കായുള്ള ഏറ്റവും വിപുലമായ മലയാള ഭാഷാ പഠനവേദിയാണിത്. ഒട്ടനവധി സവിശേഷതകളുണ്ട് ഈ പഠന സംരംഭത്തിന്. മലയാള മിഷന് കീഴിൽ ഇന്ത്യക്ക് പുറത്തെ ആദ്യത്തെ ചാപ്റ്റർ, ഒരു വിദേശ രാജ്യത്തെ ഏറ്റവും വലിയ മലയാള ഭാഷാ പഠന കേന്ദ്രവും ഇതുതന്നെ. 45-ൽ പരം അധ്യാപകമാരും അതുപോലെ തന്നെ 25-ൽ പരം കമ്മിറ്റി അംഗങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു മലയാളം പാഠശാല നല്ല രീതിയിൽ നടത്തിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നല്ല സഹകരണം ഈ പാഠശാലയുടെ വിജയത്തിന് ഒരു വലിയൊരു കാരണമാണ്. ഗൾഫ് മണ്ണിൽ വർഷങ്ങളായി ചിട്ടയോടെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുകയാണ് ഈ ഭാഷാ പഠന സംരംഭം. മലയാള മിഷൻ ബഹ്റൈൻ ചാപ്റ്ററിന്റെ കീഴിൽ സമാജത്തിൽ മാത്രം 1000-ഓളം വിദ്യാർത്ഥികളാണ് താൽപര്യത്തോടെ ഭാഷ പഠിക്കാനെത്തുന്നത്. ഒരേ സമയം ഏറ്റവും കൂടുതൽ കുട്ടികൾ മലയാള ഭാഷ പഠിക്കുന്നതിനായി വരുന്ന മലയാള മിഷൻ്റെ ഏക പഠന കേന്ദ്രമാണ്. കാരണം 1000-ഓളം കുട്ടികളാണ് ഒരേ ദിവസം ഒരേ കാര്യത്തിനായിട്ട് ഒരു സ്കൂളിൽ എന്ന പോലെ ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു സവിശേഷതയുണ്ട്. വളരെ ഭംഗിയായിട്ട് മലയാളം ക്ലാസ്സിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നു. മിഷൻ ചാപ്റ്ററിന് കീഴിൽ 7 കേന്ദ്രങ്ങളിലായി 2000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് ബഹ്റൈനിൽ മലയാളത്തിന്റെ മധുരം നുകരുന്നു. 50-ഓളം അധ്യാപകരും നിരവധി പ്രവർത്തകരും ചാപ്റ്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് കൂട്ടായി മികവുറ്റ അധ്യാപകരുമുണ്ട് ഇവിടെ. മലയാളത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന പാരൻസ് ഉണ്ട്. അവർ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും അധികം കുട്ടികളെയാണ് ഈ വർഷം തന്നെ പാഠശാലയിലേക്ക് ചേർത്തിരിക്കുന്നത്. വെറും ഒരു പഠിപ്പിക്കൽ മാത്രമല്ല, സംസ്കാരം അറിയാൻ പറ്റും. പിന്നെ അന്യോന്യം കുട്ടികൾക്ക് കണ്ടുമുട്ടാനൊരു വേദി. വെറും ഫ്ലാറ്റുകളിൽ വളരുന്ന കുട്ടികളാണ്. സ്കൂളിലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് പരിമിതികളുടെ ഉള്ളിലാണ് അവിടെ ക്ലാസ്സസ് നടത്തുന്നത്. അതുമാതിരിയല്ല, അതിനേക്കാളും കുറേയും കൂടി സ്വാതന്ത്ര്യം പിള്ളേർക്ക് ഇവിടെ ഉണ്ട്. പ്രവേശനോത്സവവും പരീക്ഷയുമെല്ലാം ഉത്സവാന്തരീക്ഷത്തിൽ നടക്കുന്നു. കൊടിതോരണങ്ങളും ചെണ്ടമേളവും ആർപ്പുവിളികളുമെല്ലാമായി സവിശേഷ ദിനങ്ങളിൽ മാതൃഭാഷയുടെ മാധുര്യം നുകർന്ന് കുട്ടികൾ ഉല്ലസിക്കുന്നു. കുട്ടികൾ ഇപ്പം ഗൾഫിൽ പൊതുവെയുള്ള കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ അറിയാത്തവരാണ്. അപ്പം മാതൃഭാഷ അറിയാനും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ജീവിത രീതികളെക്കുറിച്ച് ഒക്കെ അറിയാനുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള ഈ മാതൃഭാഷാ പഠനം എന്ന് പറയുന്നത്. പാട്ടുപാടിയും കവിത ചൊല്ലിയും കളിച്ചും ചിരിച്ചും ഭയമില്ലാതെ പരീക്ഷകൾ എഴുതുന്നു. മലയാള ഭാഷാ പഠനത്തോട് ഇവിടെ വിദ്യാർത്ഥികൾ ഏറെ താല്പര്യം പുലർത്തുന്നു. മലയാളം പഠിക്കുന്ന ഒത്തിരി ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ പണ്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ ഈ വലിയ ബോർഡൊക്കെ ഉള്ളത് എനിക്ക് വായിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ പഠിച്ച് എനിക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. നമ്മുടെ സംസ്കാരത്തിനെക്കുറിച്ചും നമ്മുടെ ഭാഷയെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും ഒന്നും പൊതുവേ തന്നെ ഇവിടെ പഠിക്കുന്ന അധികം ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഒരു ബ്ലെസ്സിങ് ആണ് മലയാളം മിഷൻ. നാട്ടിൽ പോകുമ്പോൾ മിക്ക കാര്യങ്ങളും മലയാളത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ആദ്യമൊക്കെ പോകുമ്പോൾ ഒന്നും വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കണമായിരുന്നു. ഇപ്പോൾ കറക്റ്റ് വായിക്കാനും എഴുതാനും എല്ലാം പറ്റുന്നുണ്ട്. ഞാൻ വന്നിട്ട് എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം. ഇപ്പം ആദ്യം വന്നപ്പോൾ ഉള്ള പോലെയല്ല. അപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിലും എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതാനൊക്കെ പറ്റും. രണ്ടാം ഭാഷയായി മലയാളം എടുക്കാത്ത കുട്ടികൾക്ക് ഇത് മികച്ച അവസരം. 12ാം ക്ലാസ് കഴിഞ്ഞ് ഉന്നത പഠനത്തിനായി ബഹ്റൈൻ വിട്ടു പോകുന്നവർക്കും പ്രയോജനകരം. ഗൾഫിലെ സ്കൂൾ പഠനകാലത്ത് തന്നെ 10ാം തരം തുല്യതാ സർട്ടിഫിക്കറ്റ് നേടാനുള്ള അവസരം. കേരള സർക്കാർ 10ാം തരം തുല്യത നൽകി അംഗീകരിച്ച മലയാളം മിഷൻ സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സായ നീലക്കുറിഞ്ഞിയിലേക്കുള്ള സമാന്തര പ്രവേശനവും ഇവിടെ സാധ്യം. പ്രവർത്തന കാലയളവിൽ ഒട്ടനവധി പുരസ്കാരങ്ങളും ഈ ഭാഷാ പഠന കേന്ദ്രത്തെ തേടിയെത്തിയിട്ടുണ്ട്. നാടിന്റെ ഭാഷ പഠിച്ചും നാടിന്റെ ഓർമ്മകളിൽ ജീവിച്ചും കടലുകൾക്കപ്പുറത്ത് മലയാളക്കരയുടെ അഭിമാനമാവുകയാണ് ഈ കുട്ടികൾ. ഈ വേറിട്ട മാതൃഭാഷ പഠന സംരംഭവും. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.